വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലാസ് റൂം ടിപ്സ്. നമ്മുടെ ചാനലിലെ വീഡിയോസിലെ കണ്ടന്റ് എന്നത് +1 ബയോളജി സയൻസിലെ സുവോളജി ടോപ്പിക്സിലുള്ള ഫസ്റ്റ് ചാപ്റ്ററായ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ആദ്യത്തെ കുറച്ച് പോർഷൻസ് ആയിരുന്നു. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് എന്നിങ്ങനെയായിട്ട് ആദ്യത്തെ കുറച്ച് പോർഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ തേർഡ് പാർട്ടിലേക്കാണ് കടക്കുന്നത്. തേർഡ് പാർട്ടിൽ ബയോട്ടിക് വേൾഡ് എന്ന് പറയുന്ന സെക്ഷനിലുള്ള 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തിലുണ്ട്. ആ ഭാഗത്തിലുള്ള പ്ലാന്റ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ആനിമൽ കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്നിവയെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ മുമ്പുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കഴിയുന്നതും വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ചാനലിടുന്ന വീഡിയോസ് ഉപകാരപ്രദമാവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചാനലിലുള്ള വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. പുതിയതായിട്ട് 3 പോയിന്റ്സ് ആണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത്. ആ 3 പോയിന്റ്സ് ആണ് ടാക്സോണമിക് കാറ്റഗറി, ടാക്സോണമിക് ഹൈറാർക്കി ആൻഡ് ടാക്സോൺ. ഇവ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ഈ 3 കാര്യങ്ങളും അറിഞ്ഞിരിക്കണമെങ്കിൽ അതിനു മുമ്പേ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ടാക്സോണമിക് സീരീസ് നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ച ഒരു കാര്യമാണ്. പ്ലാന്റ് ആൻഡ് ആനിമൽ കിങ്ഡം സീരീസ്. ആ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് ഞാനിപ്പോൾ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ പഠിച്ച കാര്യമാണ്, ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പുറത്ത് എഴുതിയിട്ടിരിക്കുന്നത് പ്ലാന്റ് ക്ലാസിഫിക്കേഷൻ ആണ്, ഇത് ആനിമൽ ക്ലാസിഫിക്കേഷൻ ആണ്. പ്ലാന്റ് ക്ലാസിഫിക്കേഷനും ആനിമൽ ക്ലാസിഫിക്കേഷനും നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് മാത്രമാണ് നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ സാധിക്കുന്നത്. അത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്നത് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ജസ്റ്റ് ഓരോന്നും വായിച്ചു നോക്കാം. ആദ്യം പ്ലാന്റ് ക്ലാസിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് കാണുന്നത് സ്പീഷീസ് ആണ്. സിമിലർലി ആനിമൽ ക്ലാസിഫിക്കേഷനിലും ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് കാണുന്നത് സ്പീഷീസ് ആണ്. നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ പ്ലാന്റ് ക്ലാസിഫിക്കേഷനിലും ആനിമൽ ക്ലാസിഫിക്കേഷനിലും സെക്കൻഡ് ജീനസ് ആണ്, തേർഡ് ഫാമിലി ആണ്, പിന്നീട് ഓർഡർ ആണ്, പിന്നീട് ക്ലാസ് ആണ്. എന്നാൽ അടുത്ത സെക്ഷനായിട്ട് വരുന്നത് പ്ലാന്റ് ക്ലാസിഫിക്കേഷനിൽ ഡിവിഷനും ആനിമൽ ക്ലാസിഫിക്കേഷനിൽ ഫൈലവുമാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു സ്ഥലത്ത് മാത്രം ആനിമൽ ക്ലാസിഫിക്കേഷനും പ്ലാന്റ് ക്ലാസിഫിക്കേഷനും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം നമ്മൾ ഓർത്തിരിക്കണം. ബാക്കിയുള്ള ഇതിനിപ്പോൾ തൊട്ട് മേലെയുള്ള സ്റ്റെപ്പ് നോക്കുകയാണെങ്കിലും ഇവിടെയും കിങ്ഡം തന്നെയാണ് ക്ലാസിഫിക്കേഷൻ നെയിം, ഇവിടെയും കിങ്ഡം തന്നെയാണ് ക്ലാസിഫിക്കേഷൻ നെയിം. ബാക്കി ഏത് സെക്ഷൻ എടുത്തു കഴിഞ്ഞാലും ക്ലാസിഫിക്കേഷൻ നെയിം എന്ന് പറയുന്നത് സിമിലർ ആണ്. ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ മാത്രമാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ നെയിം എന്ന് പറയുന്നത് ഡിവിഷൻ ആണ്, ആനിമലിലാണെങ്കിൽ അത് ഫൈലമാണ്. ഇത് നിങ്ങൾ ഓൾറെഡി ബൈ ഹാർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് ബൈ ഹാർട്ട് ചെയ്യണമെന്ന് ഓൾറെഡി പറയുന്നില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ പ്ലാന്റ് ക്ലാസിഫിക്കേഷനും ആനിമൽ ക്ലാസിഫിക്കേഷനും പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരേ ഒരു കാര്യം ഇതാണ്, ഡിവിഷൻ, ഫൈലം എന്നീ ഡിഫറൻസ് വരുന്ന ആ ഒരു ഭാഗം ഏതാണെന്ന് കൃത്യമായിട്ടും ഓർത്തിരിക്കണം. അതേപോലെ തന്നെ ഇനി പഠിക്കാത്തവരുണ്ടെങ്കിൽ ഈ സീരീസ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഈ സീരീസ് അറിഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് ഇനി പഠിക്കണമെന്ന് പറഞ്ഞ ആ 3 പോയിന്റുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആ പോയിന്റുകളിലേക്ക് ഇനി കടക്കാം. ഒന്നാമത്തെ പറഞ്ഞ ഞാൻ കാര്യം ടാക്സോണമിക് കാറ്റഗറി. അപ്പോൾ എന്താ ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയണമെങ്കിൽ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, പ്ലാന്റ് ക്ലാസിഫിക്കേഷൻ ആയാലും ശരി, ആനിമൽ ക്ലാസിഫിക്കേഷൻ ആയാലും ശരി, സ്പീഷീസ്, ജീനസ്, ഫാമിലി എന്നിങ്ങനെ പറഞ്ഞിട്ട് ഓരോന്നിലും ലിവിങ് ബീങ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രൂപ്പുകളാണ്. അപ്പോൾ സ്പീഷീസ് എന്ന് പറയുന്നതിൽ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ഉണ്ട്, ജീനസിൽ മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ഉണ്ട്. അങ്ങനെ ഓരോ സെക്ഷനിലും ഓരോ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ ഓരോ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ചേർന്നിട്ടുള്ള ഒരു സീരീസ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് ശരിക്കും ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ എ ഹൈറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് ആനിമൽ ക്ലാസിഫിക്കേഷനിലും പ്ലാന്റ് ക്ലാസിഫിക്കേഷനിലും ഉള്ളത്. ഈ ഓരോ ഗ്രൂപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനെയും ഇത്തരത്തിൽ സ്പീഷീസ്, ജീനസ്, ഫാമിലി എന്ന് പറയുന്ന ഓരോ ഗ്രൂപ്പിനെയും നമുക്ക് വിളിക്കാവുന്ന പേരാണ് ടാക്സോണമിക് കാറ്റഗറീസ്. അഥവാ ഒരു കാറ്റഗറി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ റാങ്ക് എന്ന പേരിലാണ്.
നമ്മളൊരു കാറ്റഗറി എന്ന് റാങ്ക് എന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ഗ്രൂപ്പിനെയും ഓരോ റാങ്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഓരോ റാങ്ക് നൽകി ഓരോ സ്ഥലത്തായിട്ട് വെച്ചിരിക്കുന്നതാണ്. സോ ഇതിനെ ഓരോന്നിനെയും നമുക്ക് ഓരോ ടാക്സോണമിക് കാറ്റഗറി എന്ന രീതിയിൽ നമുക്കിതിനെ വിളിക്കാം. അപ്പോൾ ടാക്സോണമിക് കാറ്റഗറി എന്താണെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതൊരു ഡെഫിനിഷൻ എന്ന രീതിയിലൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. ജസ്റ്റ് മനസ്സിലാക്കുക, ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു സീരീസ് തന്നു കഴിഞ്ഞാൽ, ഒരു ക്ലാസിഫിക്കേഷൻ്റെ ഒരു സീരീസ് തന്നാൽ ഒരുപാട് കാറ്റഗറീസ് ചേർത്തിട്ടുള്ള ഒരു സീരീസ് ആയിരിക്കും ഉണ്ടാവുക. അതിലുള്ള ഓരോ ഗ്രൂപ്പിനെയുമാണ് നമ്മൾ ടാക്സോണമിക് കാറ്റഗറി എന്ന് വിളിക്കുന്നത്. ആ ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയുന്നത് ഓരോ ഗ്രൂപ്പിനും നൽകിയിരിക്കുന്ന ഓരോ റാങ്കുകളാണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ടാക്സോണമിക് ഹൈറാർക്കി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ. ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ആണ്, ഒരു ശ്രേണി. ഇവിടെ ടാക്സോണമിക് ഗ്രൂപ്പുകളെ, ഓരോ റാങ്കിനെയും ഓരോ സീരീസ് ആയിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്, ഓരോ ശ്രേണികളായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ടാക്സോണമിക് കാറ്റഗറീസിനെ സീരീസ് ആയിട്ട് അല്ലെങ്കിൽ ഹൈറാർക്കിക്കലി ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ ഒരു മൊത്തം സീരീസിനെയാണ് നമ്മൾ ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സോണമിക് കാറ്റഗറി എന്നതും ടാക്സോണമിക് ഹൈറാർക്കി എന്നീ രണ്ട് വാക്കുകളെയും നമുക്ക് യോജിപ്പിച്ച് പറയുകയാണെങ്കിൽ, കാറ്റഗറീസ്, ടാക്സോണമിക് കാറ്റഗറീസ് വെച്ചിട്ട് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് ടാക്സോണമിക് ഹൈറാർക്കിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്ര മാത്രം മനസ്സിലാക്കുക. ഒരു ടാക്സോണമിക് ഹൈറാർക്കി എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് ടാക്സോണമി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ടാക്സോണമിക് കാറ്റഗറീസ് ഉണ്ടായിരിക്കും. ഈ ഓരോ ടാക്സോണമിക് കാറ്റഗറീസിനെയും നമ്മൾ ഓരോ റാങ്ക് എന്ന രീതിയിലാണ് നമ്മളതിനെ നോക്കിക്കാണുന്നത്. ഇനി ഈ ഓരോ റാങ്കിനും ഒരു സ്പെസിഫിക് യൂണിറ്റ് എന്ന രീതിയിലാണ് നമ്മൾ ഇനിയുള്ള പഠനങ്ങളിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഈച്ച് ടാക്സോണമിക് കാറ്റഗറി ഇൻ എ ടാക്സോണമിക് ഹൈറാർക്കി ഈസ് കൺസിഡേർഡ് ആസ് എ സ്പെസിഫിക് യൂണിറ്റ്. ഒരു ടാക്സോണമിക് ഹൈറാർക്കിയിലുള്ള ഓരോ കാറ്റഗറിയെയും ഒരു യൂണിറ്റ് എന്ന രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ടാക്സോണമിക് യൂണിറ്റ് അല്ലെങ്കിൽ ടാക്സോൺ. ഒരു ടാക്സോണമിക് ഹൈറാർക്കിയിലുള്ള ഓരോ ടാക്സോണമിക് കാറ്റഗറിയെയും നമ്മൾ ഒരു ടാക്സോണമിക് യൂണിറ്റ് എന്ന രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ടാക്സോണമിക് യൂണിറ്റ് ആണ് ടാക്സോൺ. സോ ഈ 3 പോയിന്റും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ആനിമൽ ക്ലാസിഫിക്കേഷൻ ആയാലും പ്ലാന്റ് ക്ലാസിഫിക്കേഷൻ ആയാലും ഓരോ ഗ്രൂപ്പിനെയും നമ്മൾ ഒരു സീരീസ് എന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. ഈ ഓരോ ഗ്രൂപ്പും നമ്മൾ ഓരോ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഓരോ ടാക്സോണമിക് കാറ്റഗറി അല്ലെങ്കിൽ റാങ്ക് എന്ന പേരിൽ പറയുന്നത്. ഇത്തരത്തിൽ ടാക്സോണമിക് കാറ്റഗറീസിനെ ഹൈറാർക്കിക്കലി സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സീരീസിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ടാക്സോണമിക് ഹൈറാർക്കി. ഈ ടാക്സോണമിക് ഹൈറാർക്കിയിലുള്ള ഓരോ ടാക്സോണമിക് കാറ്റഗറിക്കും ഓരോ ടാക്സോണമിക് കാറ്റഗറിയെയും ഓരോ യൂണിറ്റ് എന്ന രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഓരോ യൂണിറ്റിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്സോണമിക് യൂണിറ്റ് അല്ലെങ്കിൽ ടാക്സോൺ. ഇനി നമുക്ക് ഈ ഓരോ ടാക്സോൺ, സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഇങ്ങനെയുള്ള ഓരോ ടാക്സോണിനെയും പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞു പ്ലാന്റ് ക്ലാസിഫിക്കേഷനും ഉണ്ട്, ആനിമൽ ക്ലാസിഫിക്കേഷനും ഉണ്ട്. പക്ഷെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത് കൂടുതലായിട്ടും ആനിമൽ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. പ്ലാന്റ് ക്ലാസിഫിക്കേഷനിലും അതിൻ്റെ എക്സാമ്പിൾസ് ഒന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിപ്പോൾ പഠിക്കാനില്ല. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്, കുറച്ചില്ലെങ്കിലും കുറച്ച് ചെറിയ രീതിയിലെങ്കിലും കൂടുതലായിട്ട് പഠിക്കാനുള്ളത് ആനിമൽ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് അതിലെ ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള സ്പീഷീസ് മുതൽ തുടങ്ങാം. ഫസ്റ്റത്തെ കാറ്റഗറി സ്പീഷീസ്. ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് എഴുതുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ദിസ് ഈസ് ദ ലോവസ്റ്റ് കാറ്റഗറി. ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറിയാണ് സ്പീഷീസ് എന്ന് പറയുന്ന കാറ്റഗറി. ഇപ്പോൾ ഒരു ഡെഫിനിഷനായിട്ട് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്പീഷീസ് ഈസ് ദ ലോവസ്റ്റ് കാറ്റഗറി ഇൻ എ ടാക്സോണമിക് ക്ലാസിഫിക്കേഷൻ. അത് ആനിമൽ ക്ലാസിഫിക്കേഷനിലായാലും ശരി പ്ലാന്റ് ക്ലാസിഫിക്കേഷനിലായാലും ശരി, രണ്ടിനും സെയിം ആണ്. സോ സ്പീഷീസ് ഈസ് ദ ലോവസ്റ്റ് കാറ്റഗറി ഇൻ ടാക്സോണമിക് ക്ലാസിഫിക്കേഷൻ. സ്പീഷീസ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിക്കുള്ള മറ്റൊരു പ്രത്യേകത എന്താണെങ്കിൽ
എന്താണെന്ന് വെച്ചാൽ സ്പീഷീസ് പറയുന്ന ഈ ഒരു കാറ്റഗറിയിലുള്ള എല്ലാ മെമ്പേഴ്സും വെരി ക്ലോസ്ലി റിലേറ്റഡ് ആയിരിക്കും. ആൻഡ് they are capable for interbreeding and to produce offspring. ഈ കാറ്റഗറിയിലുള്ള എല്ലാ ഓർഗാനിസംസും അവർ ക്ലോസ്ലി ഇന്റർബ്രീഡ് ചെയ്യാൻ ക്യാപ്പബിളും ആയിരിക്കും. അതേപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ എബിലിറ്റി ഉള്ളവരുമായിരിക്കും. അതായത് സിമിലാരിറ്റിയുടെ കേസിൽ ദേ ആർ വെരി ക്ലോസ്ലി റിലേറ്റഡ് ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് മാംഗോ ആണ്. മാംഗോ സയൻറ്റിഫിക് നെയിം മാഞ്ചിഫറ ഇൻഡിക്ക. ഇതാണ് മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ മാംഗോ മാത്രമേ വരുന്നുള്ളൂ. വേറെ ഒരു പ്ലാന്റ് സ്പീഷീസ് ഒന്നും ഇതിൽ വരുന്നേയില്ല. മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് പറഞ്ഞാൽ മാഞ്ചിഫറ ഇൻഡിക്ക, മാംഗോ സ്പീഷീസ് മാത്രം. മറ്റൊന്നെടുക്കുകയാണ് പൊട്ടറ്റോ. സൊളാനം ട്യൂബറോസം എന്നാണ് പൊട്ടറ്റോയുടെ സയൻറ്റിഫിക് നെയിം. സൊളാനം ട്യൂബറോസത്തിൽ പൊട്ടറ്റോസ് മാത്രമേ വരുന്നുള്ളൂ, വേറൊരു സ്പീഷീസും ഇതിൽ വരുന്നില്ല. എന്ന് വെച്ചാൽ ഒരു സ്പീഷീസ് എടുക്കുകയാണെങ്കിൽ ആ സ്പീഷീസിൽ അവ മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റൊന്നിൻ്റെ ഒരു മിക്സിങ് അതിൽ വരുന്നില്ല. ഇതിപ്പോൾ ഞാൻ 2 എക്സാമ്പിൾ എഴുതിയത് നമുക്ക് ജസ്റ്റ് ആ ഒരു സയൻറ്റിഫിക് നെയിം ഒന്ന് മനസ്സിലാക്കാന്നുള്ളേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം. സ്പീഷീസ് എന്താണെന്ന് ചോദിച്ചാൽ 2 സയൻറ്റിഫിക് നെയിം ആഡ് ചെയ്യുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. കഴിയുന്നതും സയൻറ്റിഫിക് നെയിം എഴുതാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സയൻറ്റിഫിക് നെയിം ഇതിൽ എന്നല്ല എപ്പോഴെഴുതുമ്പോഴും ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാൻഡ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം എന്നുള്ളത്. അതെപ്പോഴും ഓർമ്മിക്കുക. അത് അതേപോലെ തന്നെ തുടരുകയും ചെയ്യണം. അപ്പോൾ സ്പീഷീസിനെ പറ്റി ഇത്രയേ പറയാനുള്ളൂ. ലോവസ്റ്റ് കാറ്റഗറിയാണ്, വെരി ക്ലോസ്ലി റിലേറ്റഡ് ആണ്, ക്യാപ്പബിൾ ഫോർ ഇന്റർബ്രീഡിംഗ് ആൻഡ് പ്രൊഡ്യൂസിങ് ഓഫ്സ്പ്രിങ്സ്. അതേപോലെ തന്നെ 2 എക്സാമ്പിളും കൊടുക്കുക. സ്പീഷീസ് കഴിഞ്ഞാൽ വരുന്ന നെക്സ്റ്റ് ടാക്സോണമിക് കാറ്റഗറിയാണ് ജീനസ്. എന്താണ് ഒരു ജീനസ് എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഡെഫിനിഷൻ പറയാം. ഇന്റർ റിലേറ്റഡ് സ്പീഷീസ് ഫോംസ് എ ജീനസ്. അതായത് ജീനസ് കഴിഞ്ഞാൽ തൊട്ട് മേലെ കിടക്കുന്നതാണല്ലോ, സ്പീഷീസ് കഴിഞ്ഞാൽ തൊട്ട് മേലെ കിടക്കുന്നതാണല്ലോ ജീനസ്. അപ്പോൾ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സ്പീഷീസ് ചേർന്നതായിരിക്കും ഒരു ജീനസ് എന്ന് പറയുന്നത്. സോ ജീനസ് ഈസ് ദ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ഫോംസ് എ ജീനസ് വിച്ച് ഹാവ് സം കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരുപാട് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കുറച്ച് സ്പീഷീസുകൾ ചേർന്നിട്ടായിരിക്കും ഒരു ജീനസ് ഉണ്ടാവുക. എന്ന് വെച്ചിട്ട് അതിലുള്ള എല്ലാ സ്പീഷീസിനും ഒരേ ക്യാരക്ടർ ആവണമെന്നില്ല. സോ എന്തായിരിക്കും ജീനസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഒരു എക്സാമ്പിൾ പറയുന്നതിലൂടെ നമുക്കത് ക്ലിയർ ആവും. ഇവിടെ ഞാൻ 3 ആൾക്കാർ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുണ്ട്. ലയൺ, ടൈഗർ, ലെപ്പേർഡ്. ലയൺ സിംഹത്തിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് പാന്തിറ ലിയോ. ടൈഗർ കടുവയുടെ സയൻറ്റിഫിക് നെയിം പാന്തിറ ടൈഗ്രിസ്. ലെപ്പേർഡ് പുലിയുടെ സയൻറ്റിഫിക് നെയിം പാന്തിറ പാർഡസ്. ഇവയ്ക്ക് 3നും നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം, ഈ 3 കടുവയ്ക്കും പുലിക്കും സിംഹത്തിനായാലും എന്തൊക്കെയോ കുറച്ച് കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. അവയുടെ സ്ട്രക്ചറിലായാലും എന്തൊക്കെയോ കുറച്ച് കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കോമൺ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അവയെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് കോമൺ ആയിട്ടുള്ളത് കൊണ്ട് ഒരു ജീനസിൽ പെടുത്താവുന്നതാണ്. എക്സാക്റ്റ് അവ സിമിലർ ആണ് എന്നല്ല പറയുന്നത്, കുറേ കോമൺ ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് അവയെ നമുക്ക് ഒരു ജീനസിൽ പെടുത്താവുന്നതാണ്. സോ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എടുത്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പാന്തിറ ലിയോ, പാന്തിറ ടൈഗ്രിസ്, പാന്തിറ പാർഡസ്. 3ൻ്റെയും നമ്മൾ സയൻറ്റിഫിക് നെയിം പറഞ്ഞപ്പോൾ പറഞ്ഞു ആദ്യം വരുന്നത് ജീനസ് നെയിമും രണ്ടാമത് സ്പീഷീസ് നെയിമും ആണ് എന്ന്. ഇവിടെ ജീനസ് നെയിം നോക്കിയേട്ടെ, 3ൻ്റെയും ജീനസ് നെയിം വരുന്നത് പാന്തിറ എന്നാണ്. സോ ഈ 3 എണ്ണവും ലയൺ ആയാലും ടൈഗർ ആയാലും ലെപ്പേർഡ് ആയാലും 3ഉം വരുന്നത് കംസ് അണ്ടർ ഫ്രം ദ ജീനസ് പാന്തിറ. അപ്പോൾ പാന്തിറ എന്ന് പറയുന്ന ജീനസിലാണ് ഈ 3 സ്പീഷീസുകളും ഉള്ളത്. സോ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഈ 3 സ്പീഷീസും പാന്തിറ എന്ന് പറയുന്ന ജീനസിൽ നിന്നും ഉള്ളവയാണ്. ഇപ്പോൾ ജീനസ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ഫോംസ് എ ജീനസ്. എക്സാമ്പിൾ ആയിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് എഴുതാൻ പറ്റും. ഇപ്പോൾ ജീനസിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞതുപോലെ തന്നെ ഇനി വരുന്ന ഓരോന്നിനും നമുക്ക് തന്നെ ഡെഫിനേഷൻ ഉണ്ടാക്കാം. അതായത് ജീനസിൻ്റെ ഞാൻ പറഞ്ഞു ഇന്റർ റിലേറ്റഡ് സ്പീഷീസ് ഫോംസ് എ ജീനസ് എന്ന്. ഫാമിലിക്ക് എന്ത് പറയാം? ഇന്റർ റിലേറ്റഡ് ജീനസ് ഫോംസ് എ ഫാമിലി. അങ്ങനെ ഓരോന്നിനും എന്ത് ചെയ്യാൻ മതി? തൊട്ട് താഴെ കിടക്കുന്നവയെ ഇന്റർ റിലേറ്റ് ചെയ്താൽ തൊട്ട് മേലേക്കുള്ള ഓരോന്നിൻ്റെയും ഡെഫിനിഷൻ നമുക്ക് ഉണ്ടാക്കാം. സോ ഹിയർ ഫാമിലിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാം?
ഇന്റർറിലേറ്റഡ് ജീനസ് ഫോംസ് എ ഫാമിലി. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുക, വിച്ച് ഹാവ് കോമൺ ക്യാരക്ടേഴ്സ്. കുറച്ച് കോമൺ ക്യാരക്ടേഴ്സ് ഉള്ളവയെ ചേർത്താൽ മാത്രമേ നമുക്കൊരു തൊട്ട് മേലെയുള്ള കാറ്റഗറി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം താഴെയുള്ള ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഫുൾ ക്യാരക്ടേഴ്സും സെയിം ആവണമെന്നില്ല. കുറച്ച് എന്തൊക്കെയോ ക്യാരക്ടേഴ്സ് സെയിം ആവുമ്പോഴാണ് അവയൊക്കെ ചേർന്നിട്ട് തൊട്ട് മേലെയുള്ള ഒരു ഗ്രൂപ്പ് ആവുന്നത്. സോ ഫാമിലിൻ്റെ കേസിലാണെങ്കിൽ ഇന്റർ റിലേറ്റഡ് ജീനസ് ഫോംസ് എ ഫാമിലി വിച്ച് ഹാവ് കോമൺ ക്യാരക്ടേഴ്സ്. ഓക്കെ, ഇന്റർ റിലേറ്റഡ് ജീനസ് മേക്സ് എ ഫാമിലി വിച്ച് ഹാവ് കോമൺ ക്യാരക്ടേഴ്സ്. ഇനി അതിൻ്റെ എക്സാമ്പിളിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു നിർത്തിയ ഒരു ജീനസ് ആയിരുന്നു പാന്തിറ, ജീനസ് പാന്തിറ. ഈ ജീനസ് പാന്തിറയോട് മറ്റൊരു ജീനസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒന്നിൽ കൂടുതൽ ജീനസുകൾ ചേർത്താൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫാമിലി ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയുള്ള ജീനസുകൾ ചേർക്കണം? ഇതുമായിട്ട് കുറച്ച് കോമൺ ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യുന്ന ജീനസോ അല്ലെങ്കിൽ ജീനസുകളോ ചേർക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫാമിലി ഉണ്ടാക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു ജീനസ് ആണ് ജീനസ് ഫെലിസ് എന്ന് പറയുന്നത്. ഫെലിസ് എന്ന് പറയുന്ന ജീനസിൽപ്പെട്ട ഒരാളാണ് നിങ്ങൾക്ക് കോമൺലി അറിയാവുന്ന കാറ്റ്. കാറ്റിന്റെ സയന്റിഫിക് നെയിമാണ് ഫെലിസ് ഡൊമസ്റ്റിക്ക. ഫെലിസ് ഡൊമസ്റ്റിക്ക കംസ് അണ്ടർ ദ ജീനസ് ഫെലിസ്. സോ പാന്തിറ എന്ന് പറയുന്ന ജീനസിന്റെ കൂടെ ഫെലിസ് എന്ന് പറയുന്ന ജീനസിനെ മിക്സ് ചെയ്യാം നമുക്ക്. കാരണം അവ തമ്മിൽ കുറച്ച് കോമൺ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവ തമ്മിൽ ചേർന്നാൽ നമുക്ക് പുതിയൊരു ഫാമിലി കിട്ടും. ഈ രണ്ട് ജീനസും ചേർന്നാൽ തൊട്ട് മേലെയുള്ള പുതിയൊരു ഫാമിലി നമുക്ക് കിട്ടും. ആ ഫാമിലിയുടെ പേരാണ് ഫാമിലി ഫെലിഡെ. സോ വാട്ട് ഈസ് എ ഫാമിലി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഇന്റർ റിലേറ്റഡ് ജീനസ് മേക്സ് എ ഫാമിലി വിച്ച് ഹാവ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. എക്സാമ്പിൾ ആയിട്ട് ജീനസ് പാന്തിറ വിത്ത് ജീനസ് ഫെലിസ് മേക്സ് എ ഫാമിലി ഫെലിഡെ. അടുത്ത കാറ്റഗറിയാണ് ഓർഡർ. ഡെഫിനിഷൻ എന്തായിരിക്കും? ഇന്റർ റിലേറ്റഡ് ഫാമിലീസ് മേക്സ് ആൻ ഓർഡർ വിച്ച് ഹാവ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഇന്റർ റിലേറ്റഡ് ഫാമിലീസ് മേക്സ് ആൻ ഓർഡർ വിച്ച് ഹാവ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ നമുക്ക് എക്സാമ്പിളിലേക്ക് നോക്കാം. എക്സാമ്പിൾ നേരത്തെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എക്സാമ്പിളും പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ ഫാമിലി എന്ന് പറയുന്നത് ഫെലിഡെ ആയിരുന്നു. അപ്പോൾ ഫെലിഡെ എന്ന് പറയുന്ന ഫാമിലിയോട് വേറെ ഏതെങ്കിലും ഒരു ഫാമിലി അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫാമിലിയോ നമുക്ക് ചേർക്കാം. പക്ഷെ എന്ത് വേണം? കോമൺ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആ ഫാമിലികൾ തമ്മിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ആ ഫാമിലികളെ മിക്സ് ചെയ്ത് തൊട്ട് മേലെയുള്ള കാറ്റഗറിയായ ഓർഡർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ഇവിടെ ഫെലിഡെ എന്ന് പറയുന്ന ടൈഗർ, കാറ്റ്, ലയൺ ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറീസ് ഓഫ് ആനിമൽസ് ഉള്ള ഫാമിലിയുടെ കൂടെ കാനിഡെ എന്ന് പറയുന്ന ഒരു ഫാമിലിയും കൂടെ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. കാനിഡെ എന്ന് പറയുന്ന ഫാമിലിയിലുള്ള ഒരു നമുക്കൊക്കെ കോമൺ ആയിട്ട് അറിയുന്ന ഒരു മെമ്പറാണ് ഡോഗ്. കാനിഡെ എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്ന ഒരു മെമ്പറാണ് ഡോഗ്. കാനിസ് ഫെമിലിയാരിസ് എന്നാണ് ഡോഗിന്റെ സയന്റിഫിക് നെയിം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കുറച്ച് എന്തൊക്കെയോ കോമൺ ക്യാരക്ടേഴ്സ് ഡോഗിനും ഉണ്ട്, അതേപോലെ തന്നെ ഫെലിഡയിലുള്ള മെമ്പേഴ്സിനും ഉണ്ട്. സോ ഫെലിഡെ എന്ന് പറയുന്ന ഫാമിലിയും കാനിഡെ എന്ന് പറയുന്ന ഫാമിലിയും തമ്മിൽ കോമൺ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിൽ നമുക്ക് കൂട്ടിച്ചേർത്താൽ നമുക്ക് കിട്ടുന്ന പുതിയ ഒരു ഓർഡർ ആണ് ഓർഡർ കാർണിവോറ. കാർണിവോറ എന്ന് പറയുന്ന ഓർഡർ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഫ്ലഷ് ഈറ്റേഴ്സ്, മാംസഭോജികളാണ് കാർണിവോറ എന്ന് പറയുന്ന ഓർഡർ. സോ ഓർഡർ ഈസ് ദ ഓർഡർ എങ്ങനെ ഫോം ചെയ്യുന്ന പറഞ്ഞാൽ ഇന്റർ റിലേറ്റഡ് ഫാമിലീസ് മേക്സ് ആൻ ഓർഡർ വിച്ച് ഹാവ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. ആൻഡ് എക്സാമ്പിൾ ചോദിച്ചാൽ ഓർഡർ കാർണിവോറ വിച്ച് ഈസ് ഫോം ഫ്രം ഫാമിലി ഫെലിഡെ വിത്ത് ഫാമിലി കാനിഡെ. അടുത്ത കാറ്റഗറി ക്ലാസ്. ഇന്റർ റിലേറ്റഡ് ഓർഡേഴ്സ് മേക്സ് എ ക്ലാസ് വിച്ച് ഹാവ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഡെഫിനേഷൻ ഊഹിക്കാലോ. സോ നമുക്ക് നേരിട്ട് എക്സാമ്പിളിലേക്ക് കടക്കാം. എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ എക്സാമ്പിൾ ആയിരുന്നു ഓർഡർ കാർണിവോറ. ഈ ഓർഡർ കാർണിവോറയുടെ കൂടെ മറ്റൊരു ഓർഡറിനെ ഇവിടെ ചേർക്കുകയാണ്, ഓർഡർ പ്രൈമേറ്റ. പ്രൈമേറ്റ എന്ന് പറയുന്നത് ആൾക്കുരങ്ങുകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഓർഡറാണ്. അപ്പോൾ കാർണിവോറ എന്ന് പറയുന്ന ഓർഡറിൻ്റെ കൂടെ പ്രൈമേറ്റ എന്ന് പറയുന്ന ഓർഡറിനെ മിക്സ് ചെയ്യാൻ പറ്റും.
കാരണം ഇവ രണ്ടും ചില കോമൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഈ രണ്ട് ഓർഡറിനെയും നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ് അവിടെ കിട്ടുന്നുണ്ട്. ആ ക്ലാസ് ആണ് മമേലിയ, മാമൽസ്, സസ്തനികൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. സോ ഇന്റർ റിലേറ്റഡ് ഓർഡേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ പുതിയൊരു ക്ലാസ് കിട്ടിയത്. ഈ ഓർഡേഴ്സ് ആണെങ്കിൽ കുറച്ച് കോമൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഷെയർ ചെയ്തത് കൊണ്ട് പുതിയൊരു ക്ലാസ് ഫോം ചെയ്തു. ആ ക്ലാസ് ആണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കിട്ടിയിരിക്കുന്ന മമേലിയ. ക്ലിയർ? അടുത്ത ടാക്സോണമിക് കാറ്റഗറിയാണ് ഫൈലം ഓർ ഡിവിഷൻ. ഇവിടെയാണ് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ്. കൺഫ്യൂഷൻ വേണം പറയാനില്ല, ചെറിയൊരു ഡിഫറൻസ് വരുന്നത്. ബാക്കിയൊക്കെ പ്ലാന്റിലും ആനിമലിലും സിമിലർ ആയിരുന്നു. ഇവിടെ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം ഉള്ളത്. അതായത് ഫൈലം എന്നത് ആനിമൽസിൻ്റെ കേസിലും ഡിവിഷൻ എന്നത് പ്ലാന്റ്സിൻ്റെ കേസിലും പറയുന്നു എന്ന് മാത്രം. അതൊന്ന് ഓർമ്മയിൽ എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കുക. അപ്പോൾ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഫൈലത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എങ്ങനെ പറയാം? ഇന്റർ റിലേറ്റഡ് ക്ലാസസ് മേക്സ് എ ഫൈലം വിച്ച് ഹാവ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി അതിൻ്റെ എക്സാമ്പിൾ പറയാം, എന്നിട്ട് നമുക്ക് നോക്കാം പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ. സോ ആദ്യം നമുക്ക് ഫൈലം ഇൻ ആനിമൽസ്. ആനിമൽസിലാണല്ലോ നമ്മൾ ഫൈലം എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. ആനിമൽസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് ക്ലാസ് മമേലിയയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം. ക്ലാസ് മമേലിയയുടെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ ഒന്നിലധികം ക്ലാസ്സോ ചേർക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ തൊട്ട് മേലെയുള്ള കാറ്റഗറി ആയിട്ടുള്ള ഒരു ഫൈലം ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഒരെണ്ണമല്ല 3 ചേർക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാറ്റഗറീസ് ആണ്. അതുകൊണ്ട് ഇവിടെ ക്ലാസ് മമേലിയയുടെ കൂടെ ചേർക്കുന്ന മറ്റ് ക്ലാസ്സുകളാണ് ക്ലാസ് റെപ്റ്റൈൽസ്, ക്ലാസ് ഏവ്സ്, ക്ലാസ് ആംഫീബിയ. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള പേരുകളാണ്. ഒന്നുകൂടെ എന്തൊക്കെയാണെന്ന് പറയാം. ഓൾറെഡി പറഞ്ഞു, ക്ലാസ് മമേലിയ എന്ന് പറയുന്നത് സസ്തനികളാണ്. ക്ലാസ് റെപ്റ്റീലിയ എന്ന് പറയുന്നത് ഉരഗങ്ങളെയാണ്. ക്ലാസ് ഏവ്സ് എന്ന് പറയുന്നത് പക്ഷികളെയാണ്. ക്ലാസ് ആംഫീബിയൻസ് എന്ന് പറയുന്നത് ഉഭയജീവികളെയാണ്, കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്നവ. ഈ 4 ക്ലാസ്സുകളും കുറച്ച് കോമൺ ക്യാരക്ടേഴ്സ് എന്തൊക്കെയോ അവർ ഷെയർ ചെയ്യുന്നുണ്ട്, കോമൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. ആ കോമൺ ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് ഈ 4 ക്ലാസ്സിനെ നമുക്ക് ഒരുമിച്ച് ചേർത്ത് ഒരു ഫൈലം ഉണ്ടാക്കാൻ പറ്റും. ആ ഫൈലമാണ് ഫൈലം കോഡേറ്റ. ഓക്കെ, അപ്പോൾ ഫൈലം എന്താണെന്ന് ചോദിച്ചാൽ ഇന്റർ റിലേറ്റഡ് ക്ലാസ് മേക്സ് എ ഫൈലം വിച്ച് ഹാവ് കോമൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. എക്സാമ്പിൾ ആയിട്ട് ചോദിച്ചാൽ ഫൈലം കോഡേറ്റ ഈസ് എൻ എക്സാമ്പിൾ ആൻഡ് ദിസ് ഫൈലം ഈസ് മേക്സ് ഫ്രം ക്ലാസ് മമേലിയ, ക്ലാസ് റെപ്റ്റീലിയ, ക്ലാസ് ഏവ്സ് ആൻഡ് ക്ലാസ് ആംഫീബിയ. അടുത്തതാണ് പ്ലാന്റിൻ്റെ കേസിൽ വരുന്ന ഡിവിഷൻ. ഡിവിഷൻ എന്ന് പറയുന്ന ടാക്സോണമിക് കാറ്റഗറി. അപ്പോൾ ഡിവിഷന് വേണം ഒരു ഡെഫിനിഷൻ. എന്തായിരിക്കും ഡിവിഷൻ എന്ന് പറഞ്ഞാൽ? ഇന്റർ റിലേറ്റഡ് ക്ലാസ് മേക്സ് എ ഡിവിഷൻ വിച്ച് ഹാവ് കോമൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. ഡെഫിനിഷൻ ഫൈലത്തിനായാലും ഡിവിഷനായാലും സെയിം ആണ്. ഓക്കെ, ഇനി നമുക്ക് ഡിവിഷത്തിനുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഡിവിഷനുള്ള ഒരു എക്സാമ്പിൾ മോണോകോട്ടിലിഡണെ എന്ന് പറയുന്ന ക്ലാസും ഡൈകോട്ടിലിഡണെ എന്ന് പറയുന്ന ക്ലാസും കോമൺ ആയിട്ട് കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. അവ കൂടിച്ചേർന്നാൽ കിട്ടുന്ന ഒരു ഡിവിഷനാണ് ഡിവിഷൻ ആൻജിയോസ്പേംസ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ എക്സാമ്പിൾ മാത്രം പഠിച്ചു വെക്കുക, ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല. അതുകൊണ്ട് പ്ലാന്റിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഡിവിഷന് എന്താണ് ഡിവിഷൻ എന്നോ അല്ലെങ്കിൽ അതിന് എക്സാമ്പിളോ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എഴുതിയിരിക്കണമല്ലോ. അതുകൊണ്ട് ഈ ഒരു എക്സാമ്പിൾ എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക, ഡീറ്റെയിലായിട്ടൊന്നും പഠിക്കാനില്ല. സോ ഫൈലം എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു സെക്ഷനും, ഡിവിഷൻ എന്താണ് അതിന് എക്സാമ്പിൾ എന്ന് ചോദിച്ചാൽ ഈ ഒരു സെക്ഷൻ എക്സാമ്പിളായിട്ടും എഴുതുക. ലാസ്റ്റ് ആൻഡ് ഹയസ്റ്റ് ടാക്സോണമിക് കാറ്റഗറിയാണ് കിങ്ഡം. കിങ്ഡം 2 കിങ്ഡങ്ങളാണുള്ളത്, കിങ്ഡം പ്ലാന്റേയും കിങ്ഡം ആനിമേലിയെയും. ഇപ്പോൾ വാട്ട് ഈസ് എ കിങ്ഡം എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിനും ഡെഫിനിഷൻ എഴുതാൻ പറ്റണം. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ടാക്സോണമിക് കാറ്റഗറി എന്ന ഒരു ഡെഫിനിഷൻ നമുക്ക് തീർച്ചയായും ഒന്ന് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന മറ്റൊരു ഡെഫിനിഷനാണ് ഇന്റർ റിലേറ്റഡ് ഫൈലാസ് മേക്സ് എ കിങ്ഡം
which have common characteristic features. സോ ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് കടക്കാം. കിങ്ഡം ഞാനിപ്പോൾ പറഞ്ഞു, പ്ലാന്റ് കിങ്ഡം ഉണ്ട്, ആനിമൽ കിങ്ഡം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഡെഫിനിഷനും അതേ രീതിയിൽ തന്നെ ഒന്ന് മനസ്സിലാക്കാം. ആദ്യം പ്ലാന്റ് കിങ്ഡം നോക്കാം. പ്ലാന്റ് കിങ്ഡം എന്ന് നമ്മൾ പറയുമെങ്കിലും കിങ്ഡം എഴുതുമ്പോൾ കിങ്ഡം പ്ലാന്റ് എന്ന രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. സ്പെല്ലിങ് മാറിപ്പോവാതെ പഠിച്ചിരിക്കണം. കിങ്ഡം പ്ലാന്റ് എന്ന് പറയുന്ന ഈ ഒരു കിങ്ഡം ഫോം ചെയ്തിരിക്കുന്നത് 2 ഡിവിഷൻ ചേർന്നിട്ടാണ്. ആൻജിയോസ്പേംസ്, ജിംനോസ്പേംസ് എന്ന് പറയുന്ന 2 ഡിവിഷൻ ചേർന്നിട്ടാണ് കിങ്ഡം പ്ലാന്റ് ഫോം ചെയ്തിരിക്കുന്നത്. അത് എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മുൻപേ, എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇനി ആനിമൽ കിങ്ഡം അഥവാ കിങ്ഡം ആനിമേലിയ. കിങ്ഡം ആനിമേലിയ ഫോം ചെയ്തിരിക്കുന്നത് 2 ഫൈലം ജോയിൻ ചെയ്തിട്ടാണ്. അതിൽ ഒന്നാമത്തെ ഫൈലമാണ് ഫൈലം കോഡേറ്റ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫൈലം കോഡേറ്റ എന്ന് പറയുന്നത് ഫോം ചെയ്തത് ഏതൊക്കെ ക്ലാസ്സുകളാണെന്ന് ജസ്റ്റ് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ആ കോഡേറ്റ എന്ന് പറയുന്ന ഫൈലത്തിനോട് മറ്റൊരു ഫൈലമായ ആർത്രോപോഡ ജോയിൻ ചെയ്യുമ്പോൾ, അത് ജോയിൻ ചെയ്തതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഈ 2 ഫൈലവും കുറച്ച് കോമൺ ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ്. ഇവ രണ്ടും ആ ഒരു കോമൺ ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യുന്നു എന്ന ഫീച്ചർ കാരണം ഇവയ്ക്ക് ജോയിൻ ചെയ്തിട്ട് കിങ്ഡം ആനിമേലിയ എന്ന് പറയുന്ന ഹയസ്റ്റ് ടാക്സോണമിക് കാറ്റഗറി ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ആർത്രോപോഡ എന്ന് പറയുന്നത് ഇൻസെക്ട്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഹയസ്റ്റ് ഗ്രൂപ്പാണ്. സോ ഇത്രയേ ഉള്ളൂ. കിങ്ഡം എന്ന് പറഞ്ഞാൽ ഫൈലാസിന്റെ ജോയിനിങ് ആണ്, അല്ലെങ്കിൽ ഡിവിഷൻസിന്റെ ജോയിനിങ് ആണ്. ആനിമൽസിന്റെ കേസിലാണെങ്കിൽ കിങ്ഡം ആനിമേലിയ, പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ കിങ്ഡം പ്ലാന്റ്. രണ്ടും ഫോം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് 4 ക്ലാസിഫിക്കേഷൻസ് ആണ്. മാൻ, ഹൗസ് ഫ്ലൈ, മാംഗോ, വീറ്റ്. ഈ 4 ക്ലാസിഫിക്കേഷൻസും നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണിത്. അതുകൊണ്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. സോ ഇത് നിങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുവരെ ഇട്ടുകൊണ്ടിരുന്ന വീഡിയോ എന്ന് പറയുന്നത് +1 സുവോളജിയിലുള്ള വീഡിയോസ് ആണ്. സുവോളജിയിലുള്ള കണ്ടന്റ് ആയിട്ട് വരുന്ന കുറച്ച് വീഡിയോസ് ആണ്. ഇനി +2 സുവോളജിയിലുള്ള ടോപ്പിക്സും കൂടെ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ +1 +2 സുവോളജി ടോപ്പിക്സ് ആവശ്യമായി വരുന്നവർക്ക് വേണ്ടിയിട്ട് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.